മൂന്നാർ ദേശീയപാതയിൽ വൺ വേ ഗതാഗതം പുനഃസ്ഥാപിച്ചു. CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ദേശീയപാതയിൽ നിയന്ത്രിതമായി വൺ വേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കി. ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. ഏതായാലും മൂന്നാർ ദേശീയപാതയിലാണ് വൺ വേ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പ്രദേശത്ത് ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വൺ വേ ആയി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ദേശീയപാതയിൽ നിയന്ത്രിതമായി വൺ വേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാലും ഇപ്പോൾ വൺ വേ ആയി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ ദേശീയപാതയിൽ ഗതാഗതം നിയന്ത്രണമുണ്ടായത്. ഈ ഒരു മണ്ണിടിച്ചിൽ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു പ്രദേശത്ത് ദേശീയപാതയിൽ ഗതാഗതം വൺ വേ ആയി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ദേശീയപാതയിൽ നിയന്ത്രിതമായി വൺ വേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. ബിനീഷ്, ഏതായാലും വൺ വേ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ടെക്നിക്കൽ കമ്മിറ്റി യോഗ തീരുമാനത്തിന്റെയും നിലവിലെ സാഹചര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മൂന്നാർ CSI പള്ളിക്ക് സമീപത്തെ ദേശീയപാതയിൽ നിയന്ത്രിത രീതിയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നത്. ഉത്തരവ് പ്രകാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം മുതൽ മൂന്നാർ ടൗൺ വരെ ഒരു ദിശയിൽ മാത്രമാണ് ഈ വൺ വേ ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിമാലി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ദേശീയപാതയിലൂടെ ഇടതുവശം ചേർന്ന് മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കണം. അതേസമയം മാട്ടുപ്പെട്ടി മറയൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ദേവപുരം റൂട്ടിലെ ചെറിയ പാലം കടന്ന് CSI പള്ളിക്ക് സമീപത്തെ പുതിയ പാലം വഴി അടിമാലിയിലേക്ക് പോകണം. ഈ വൺ വേ ട്രാഫിക് സംവിധാനം കർശനമായി നടപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പ്രദേശത്ത് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെയും ട്രാഫിക് ഡ്യൂട്ടിക്കായി വിന്യസിക്കാനും നിർദ്ദേശമുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കോഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗം മുതൽ മൂന്നാർ ടൗൺ വരെയുള്ള വൺ വേ പാതയിൽ യാതൊരു കാരണവശാലും വാഹനങ്ങൾ നിർത്താനോ യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങാനോ അനുവദിക്കില്ല. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കും. പ്രദേശത്ത് ഈ വീണ്ടും മണ്ണിടിച്ചിലിനോ ഭൂമിയിലെ അസ്വാഭാവിക മാറ്റങ്ങൾക്കോ സാധ്യത കണ്ടെത്തിയാൽ ഉടൻ ഗതാഗതം നിർത്തിവെച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ പ്രൊജക്ട് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. കൂടാതെ CSI പള്ളിക്ക് മുന്നിലെ വിള്ളലിന്റെ വ്യാപനവും മണ്ണിന്റെ സ്ഥിതിയും ദിവസേന നിരീക്ഷിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നാർ വില്ലേജ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരവിന്റെ നടപ്പിലാക്കലിന് ദേവപുരം സബ് കളക്ടറും തഹസിൽദാറും മേൽനോട്ടം വഹിക്കാനും ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് വൺ വേ സംവിധാനമായി വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നത്. ദീപ്തി, ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.